2:36 സൗണ്ട് കേട്ട് ഞാനും ഭാര്യ ഞെട്ടി. അപ്പം ഭാര്യ പറഞ്ഞു വാതിൽ ഇപ്പം തുറക്കണ്ട, പുറത്തുനിന്ന് ആള് വന്നു കഴിഞ്ഞാൽ വന്നിട്ടേ തുറക്കണ്ടു. ഞാള് അപ്പുറത്തെ റൂമിലാണ് സാധാരണ കിടക്കല്. ഞാൻ പറഞ്ഞു ഇപ്പത്തേല് കിടന്നാൽ മതി. ഓള് പറഞ്ഞു അതിൽ തന്നെ കിടക്കാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇതിൽ കിടക്കാന്ന്. അതിന്റെ ആണെങ്കിൽ ഉറപ്പാന്ന്. ഞാൻ രണ്ടാളും വെച്ചത് CPM അതാണ് ഇതിന്റെ കാര്യമായ എല്ലാ ആസൂത്രണവും വലിയ ചെയ്തിട്ടാണ് ഓല അടിച്ചത്. പിന്നിൽ CPIM ക്രിമിനൽ സംഘമെന്ന് KSU ആരോപിച്ചു. പ്രതിഷേധിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്താമെന്നാണ് ഭരണകൂടം കരുതുന്നത് എന്ന് KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് പറഞ്ഞു. അതേസമയം ആക്രമണത്തിൽ പ്രതിഷേധിച്ച വടകര തോന്നൂർ ടൗണിൽ ഇന്ന് UDF-ന്റെ ഹർത്താലുമാണ്. ആകാശ് തരത്തിൽ വിവരങ്ങളുമായി നമുക്ക് പോകുന്നുണ്ട്. ആകാശെ, ഈ കുടുംബവും KSU-വും ഒക്കെ ഒരേ സ്വരത്തിൽ ഈ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് CPIM-നെയാണ്. ഇതിൽ CPIM-ന്റെ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളോ ഒന്നും ലഭ്യമല്ലാതെ തോന്നുന്നു, അല്ല മറിച്ച് പ്രതികരണങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ? CPM-ന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും KSU-ന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തുള്ള ആരോപണം ഇത് CPM-ന്റെ ഗുണ്ടാ സംഘങ്ങളാണ്, ഇവരാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വീണ ജോർജിനെതിരെ കരിങ്കൊടി കാണിച്ചതിൽ പ്രതിഷേധിച്ചിരുന്ന ബിദുൽ ബാലനാണ് KSU ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വീട്ടിലെ ഗേറ്റിന് മുന്നിലെത്തിയ 2 പേർ ചേർന്ന് ബോംബ് വീട്ടിലേക്ക് എറിയുകയായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ ഗുണ്ടാ സംഘങ്ങളാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധിച്ചതിനെതിരെ ഇത്തരത്തിൽ വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞത് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. കുടുംബം മറ്റൊരു മുറിയിലായതിനാൽ തന്നെ വലിയൊരു അപകടത്തിലേക്ക് പോയിട്ടില്ല എന്നുകൂടി പറയുന്നു. കൂടാതെ തന്നെ ഈ സംഘം പുറത്തുള്ളതിനാൽ തന്നെ പുറത്തിറങ്ങിയതുമില്ല, മറ്റാളുകൾ വന്നതിന് ശേഷമാണ് ഇവർ വീണ്ടും പുറത്തിറങ്ങിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ CPM-ന്റെ ഗുണ്ടാ സംഘങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണം അയച്ചുവിടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അതിനെ ജനാധിപത്യപരമായി നേരിടുമെന്നാണ് ഇപ്പോൾ VT സൂരജ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. കൂടാതെ ഇവർ വീട്ടിൽ കിടന്നുറങ്ങുന്ന സാഹചര്യത്തിലാണ് ഇത്ര ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ബിദുൽ രാജ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ തുടരുകയാണ്. ഈ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. CCTV ഉൾപ്പെടെ അവർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ ഉടനടി നടപടി എടുക്കണമെന്നാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ ആവശ്യം. കൂടാതെ KSU പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തിയ അച്ഛനെയും അമ്മയും സന്ദർശിച്ചു കഴിഞ്ഞു. ഇവരും കൂടുതൽ പോലീസിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കൂടാതെ തന്നെ വടകര തിരുവള്ളൂർ ഭാഗങ്ങളിൽ നിന്ന് 6 മണി വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ കടകൾ ഉൾപ്പെടെ ഇന്ന് പ്രവർത്തിക്കില്ല എന്നുകൂടി പറയുന്നു ഹർത്താൽക്കാർ. ഏതായാലും വലിയൊരു തരത്തിലുള്ള ഒരു അപകടമായിരുന്നു ഉണ്ടായിരുന്നത്. തലനാരിഴയ്ക്ക് വേണമെങ്കിൽ രക്ഷപ്പെട്ടതെന്ന് പറയാം. ഇവർ നിത്യേന കിടന്നിരുന്ന മുറിയുടെ ഭാഗങ്ങളിൽ തന്നെയാണ് ബോംബ് എറിഞ്ഞിട്ടുള്ളത്. ഇവർ ഇന്നലെ കിടന്നത് മറ്റൊരു മുറിയിലായതുകൊണ്ട് തന്നെയാണ് വലിയ അപകടം ഉണ്ടാകാതിരുന്നതെന്നാണ് മിഥുൽ ബാലൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.